എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ റോബിൻ അവളെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയും. ലൂഫിക്കും നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് കേട്ട് ഭയങ്കര സന്തോഷാവും. കാരണം ഇത്രയും നേരവും അവൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടും നമ്മുടെ ആൾക്കാർ ആട്ടി ഓടിച്ചിട്ടും അവർ തിരികെ പോവാനായിട്ട് തയ്യാറായില്ല. റോബിന് വേണ്ടി അവളുടെ പിന്നാലെ തന്നെ വന്നു. പക്ഷെ ഇപ്പൊ റോബിൻ തന്നെ അവരോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ലൂഫിയും ടീംസും വെറുതെ ഇരിക്കില്ല. റോബിൻ ഞങ്ങൾ ഇതാ വന്നു എന്ന് പറഞ്ഞ് ലൂഫി വിളിച്ചു പറയുന്ന കറക്റ്റ് ടൈം. ആ സമയത്ത് ഫ്രാങ്ക് ആൻഡ് ടീംസ് അവരാ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. ബ്രിഡ്ജ് പതിയെ താഴേക്ക് വരുന്നത് കണ്ട ലൂഫി അവൻ ബാക്കിയുള്ളവരോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ആ ബ്രിഡ്ജ് അത് താഴ്ന്നു വന്നാൽ ഉടൻ തന്നെ നമ്മൾ അവിടേക്ക് പോയി അവരുമായിട്ട് ഫൈറ്റ് ഇടണം. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ 3 തലയുള്ളവൻ അവൻ അവിടേക്ക് വന്ന് ഒരു ബ്രിഡ്ജിന്റെ മെക്കാനിക് സിസ്റ്റത്തിലേക്ക് അറഞ്ച ഷൂട്ട് ചെയ്യും. ഉടനെ ബ്രിഡ്ജ് സ്റ്റക്കായി അതങ്ങനെ പകുതിയിൽ നിൽക്കും. അതേസമയം ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് ഫ്രാങ്കി താഴേക്ക് ചാടാൻ തുടങ്ങും. ഇവിടെ ആ ഗ്രാൻഡ്മ ആണെങ്കിൽ ഇപ്പൊ നാമിക്ക് കോൾ ചെയ്യും. അവർ ചോദിക്കും എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഉടനെ നാമി അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ഗ്രാൻഡ്മയോട് പറയും. ഗ്രാൻഡ്മ പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ഏറ്റെത്തി ചാടുക. ബ്രിഡ്ജ് സിമ്പിളായി താഴേക്ക് വരും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ലൂഫി ചിരിക്കും. മാത്രമല്ല ലോങ് ഷോട്ടിലായി നമ്മുടെ ആൾക്കാരുടെ ട്രെയിനിന്റെ സൗണ്ട് കേൾക്കും. ലൂഫി അവന്റെ കൈ അതങ്ങനെ നീട്ടിയെടുത്ത് നമ്മുടെ ആൾക്കാരെ മുഴുവനും അവന്റെ കയ്യിൽ ചുരുട്ടി പിടിക്കും. ലൂഫി ഒരു സെക്കൻഡ് അവന്റെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് അവൻ ആ പൈററ്റ്സ് ടീമിന്റെ കൂടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞത്, അതിനുശേഷം ബൈ മിസ്റ്റേക്കില് ആ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചത്, പിന്നീട് ആ സീക്കിങ്ങുമായിട്ടുള്ള ഫൈറ്റില് നമ്മുടെ ലൂഫി തോൽവിയുടെ തൊട്ടടുത്തെത്തുമ്പോഴായിരിക്കും ഷങ്സ് അവൻ ചാടി വീണ് ലൂഫിയെ രക്ഷിക്കുക. പക്ഷെ എന്താ, ഷങ്സിന് അവന്റെ കൈ നഷ്ടാവും. ആ ഒരു വേദന അതിപ്പോഴും ലൂഫിയുടെ മനസ്സിലുണ്ട്. ഷങ്സ് അന്ന് ലൂഫിയെ സ്വന്തം ടീംമേറ്റ് ആയിട്ടും ബ്രദറായിട്ടുമാണ് കൺസിഡർ ചെയ്തത്. കട്ട് ചെയ്ത ലൂഫി അവനും ഇപ്പൊ റോബിനെ തന്നെ നോക്കി നിൽക്കും. റോബിൻ എന്റെ മെമ്പറാണ്, ഉറപ്പായിട്ടും അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അവളുടെ കൂടെ നിൽക്കേണ്ടതും എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ചങ്സ് എനിക്ക് കാണിച്ചു തന്ന മാതൃക അത് ഉറപ്പായിട്ടും ഞാൻ പിന്തുടരും. ലൂഫി വീണ്ടും അവന്റെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ പാവം നമ്മുടെ കുഞ്ഞൻ ലൂഫി അവൻ ഷങ്സിനോട് പറയും, ദയവ് ചെയ്ത് എന്നെയും നിങ്ങളുടെ ടീമിൽ ചേർക്കണം, എനിക്കും വലിയൊരു പൈറട്ടായി മാറണം. അത് കേട്ട് അവരുടെ ടീംമേറ്റ്സ് അവനെ കളിയാക്കും. നീ ഒരു ചെറിയ കുട്ടിയാണ്, നിനക്ക് സ്വിം ചെയ്യാൻ മാത്രമേ അറിയൂ, പൈററ്റ്സിന് ഒരുപാട് ഗുണഗണങ്ങളൊക്കെ ആവശ്യമാണ്, നിന്നെ കൊണ്ടിപ്പോ ഒരു പൈററ്റ് ആവാൻ കഴിയില്ല. അതിന് ലൂഫി പറയും, അയ്യോ ഇല്ല, എനിക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം, ആരെന്റെ മുൻപിലേക്ക് വന്നാലും ഞാൻ ഇട്ടിച്ച് സൂപ്പാക്കുന്നൊക്കെ പറഞ്ഞ് അവ ബമ്പൻ ആക്ഷനൊക്കെ ഇട്ട് കാണിക്കും. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ലൂഫിയെ കുഞ്ഞി പയ്യെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോഴായിരിക്കും ആ ബാറിന്റെ ഡോറൊക്കെ തല്ലി തകർത്ത് മറ്റൊരു പൈററ്റ് ടീം അവിടേക്ക് വരിക. ആ ടീമിന്റെ ലീഡർ ബാറിലെത്തി ആൽക്കഹോൾ ആവശ്യപ്പെടും. പക്ഷെ ഓൾറെഡി മുഴുവൻ തീർന്നു പോയതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടില്ല. ഉടനെ ഷങ്സ് ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടില് അവന് നേരെ നീട്ടും. പക്ഷെ ആ പൈററ്റ് ലീഡർ അവൻ ആ ബോട്ടിൽ വാങ്ങി താഴേക്ക് വലിച്ചെറിയാണ്. അവനിപ്പോ ഷങ്സിനെ നോക്കി കളിയാക്കാൻ തുടങ്ങും. അവൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്തും ഹരാസ് ചെയ്തും ആ പൈററ്റും പൈററ്റ് ടീംസും അവര് പൊട്ടിച്ചിരിച്ച് സന്തോഷം കണ്ടെത്തും. പക്ഷെ നമ്മുടെ കുഞ്ഞൻ ലൂഫി അവനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. അവന്റെ ദേഷ്യവും വെറുപ്പും കൂടി വരും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടടുത്തുള്ള ഒരു ബോക്സിൽ ആ ഡെവിൾ ഫ്രൂട്ട് കാണാം. ഓൾറെഡി നമ്മുടെ ചെക്കന് ഭക്ഷണത്തിനോട് ഒരല്പം പ്രിയം ഉള്ളതുകൊണ്ട് തന്നെ അവൻ ആ ഡെവിൾ ഫ്രൂട്ട് എടുത്ത് അറഞ്ചം കടിച്ചു പറിച്ച് തിന്നും. അങ്ങനെയാണ് നമ്മുടെ ആൾക്ക് ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ കിട്ടുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ലൂഫി അവൻ ഫുൾ കലിപ്പില് പൈററ്റ്സ് ടീമിന്റെ അടുത്തേക്ക് പോയി അവരെ തല്ലാൻ തുടങ്ങും. പക്ഷെ ആ പൈററ്റ്സ് ടീം ഹെഡ് അവൻ നമ്മുടെ ലൂഫിയെ തല്ലി അങ്ങനെ താഴേക്കിടും. ലൂഫിയെ തല്ലി കൊല്ലുന്നത് കണ്ട് ജനങ്ങളെല്ലാവരും അവിടേക്ക് ഓടിയെത്തും. ഗ്രാമത്തിന്റെ മേയർ ഇപ്പൊ പൈററ്റിന്റെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് അവനൊന്നും ചെയ്യരുത്, ഒരു പാവം പയ്യനാണ്, അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷെ ആ ഒരു പൈററ്റ് ലീഡർ അവൻ അടിച്ചു പറയും, എനിക്കിവനെ കൊന്നേ പറ്റൂ, ഞാനിവനെ തീർച്ചയായിട്ടും കൊല്ലൂന്ന് പറഞ്ഞ് ലൂഫി അറഞ്ചം അടിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഷങ്സും ടീമും അവിടേക്ക് വരിക. ഷങ്സും അവന്റെ പൈററ്റ് ഗ്യാങ്ങിനെയൊക്കെ കണ്ട് ആ പൈററ്റ് കൂട്ടം അവരൊരു സെക്കൻഡ് ഷോക്കാവും. ഉടനെ ആ വില്ലൻ പൈററ്റ്സ് ടീമിലെ ഒരു മെമ്പർ അവൻ ഓടി വന്ന്
ഷങ്സിന്റെ തലയില് ഗണ്ണ് പോയിന്റ് ചെയ്യും. ഷങ്സ് ആണെങ്കിൽ ആ ഗണ്ണ് ചവിട്ടി തെറിപ്പിക്കും. ആ ഒരു ഗ്യാപ്പില് ഷങ്സിന്റെ ടീമിലെ ഒരേ ഒരു മെമ്പർ അവൻ ആ വില്ലൻ പൈററ്റ്സിനെ മുഴുവനും ചവിട്ടിക്കൂട്ടി അവിടുന്ന് തുരത്തി ഓടിക്കും. ഇനി ബാക്കി ആ പൈററ്റ്സ് ടീമിലെ ടീം ലീഡർ മാത്രമാണ്. അവൻ പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ആക്ച്വലി ആ ചിന്ന പയ്യൻ അവൻ എന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ ആദ്യം ഇവിടേക്ക് എത്തിയത്. സോ അതിനുശേഷമാണ് ഞാൻ അവനെ തിരിച്ചു തല്ലിയത്. സോ എന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ അവനെ തല്ലി എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഇപ്പൊ ഷങ്സിന്റെ കാല് പിടിക്കും. പക്ഷേ ഷങ്സിന്റെ ശ്രദ്ധ തെറ്റിയ സമയം അവനിപ്പോ ലൂഫിയൻ തൂക്കിയെടുത്ത് ആ കടലിന്റെ അടുത്തേക്ക് ഓടും. എന്നിട്ട് ഫുൾ ആറ്റിറ്റ്യൂഡില് ഷങ്സിനോടും ടീമിനോടും പറയും, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവനെ രക്ഷിക്ക്. എന്നോട് കളിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ലൂഫിയെ കടലിലേക്ക് വലിച്ചെറിയും. ലൂഫി ആണെങ്കിൽ കടലിൽ നീന്താൻ ശ്രമിക്കും. പക്ഷെ ഓൾറെഡി അവൻ ആ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് നീന്താൻ കഴിയില്ല. വില്ലനാണെങ്കിൽ നമ്മുടെ ലൂഫി വെള്ളം കുടിക്കുന്നത് കാണുമ്പോ ഭയങ്കര സന്തോഷാവും. പക്ഷെ അപ്പോഴായിരിക്കും വലിയൊരു സീക്കിങ് അതങ്ങനെ ചാടി വന്ന് ആ വില്ലനെ വലിച്ചെടുത്ത് കടിച്ചു മുറിച്ച് തിന്നും. അടുത്തതായിട്ട് ആ സീക്കിങ് അത് ടേൺ ചെയ്ത് ഇപ്പൊ ലൂഫിയെ ലക്ഷ്യമിടും. ഷങ്സിനാണെങ്കിൽ ആളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. എങ്ങനെയെങ്കിലും ലൂഫിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഷങ്സ് അത്ഭുതകരമായി ഇപ്പൊ ലൂഫിയെ രക്ഷപ്പെടുത്തും. പക്ഷെ എന്താ, അവനൊരു കൈ നഷ്ടപ്പെട്ടു. ഷങ്സ് ഫുൾ കലിപ്പില് ആ സീ മോൺസ്റ്ററിനെ അങ്ങനെ നോക്കും. അത് പേടിച്ചു വരണ്ട് വന്ന വഴിയെ 100-110 നീന്തിപ്പോവും. അവൻ നമ്മുടെ ലൂഫിക്ക് ഇപ്പൊ ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഷങ്സിനിപ്പോ ഒരു കൈയില്ല. ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് ലൂഫി അവനെ കെട്ടിപ്പിടിച്ച് കരയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് നാളുകൾക്ക് ശേഷം ഷങ്സ് ആണെങ്കിൽ അവന്റെ പൈററ്റ് ജേർണി വീണ്ടും ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനാവശ്യമായിട്ടുള്ള ഫുഡും സാധനങ്ങളും അങ്ങനെ എല്ലാം അവർ കപ്പലിൽ ഫില്ല് ചെയ്യും. ഉടനെ ലൂഫി പറയും, ഞാൻ എപ്പോഴും എന്നെ കൂടെ നിങ്ങളുടെ ടീമിൽ കൂട്ടാൻ പറയാറില്ലേ, പക്ഷെ ഇത്തവണ ഞാനങ്ങനെ പറയില്ല. കാരണം ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയ പൈററ്റ് ഗ്യാങ് തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അത് കേൾക്കുമ്പോൾ ഷങ്സിനും ഒത്തിരി സന്തോഷം തോന്നും. ഷങ്സ് ഒത്തിരി സ്നേഹത്തില് അവന്റെ തലയ്ക്കൊരു കിഴുക്ക് വെച്ചു കൊടുക്കും. നിന്നെ കൊണ്ട് ഒരു പൈററ്റൊന്നും ആവാൻ കഴിയില്ല. പക്ഷെ ലൂഫി അടിച്ചു പറയും, ഉറപ്പായിട്ടും ഞാനൊരു പൈററ്റ് ആവും. അതിനുശേഷം വലിയ ആളാവുമ്പോ ഞാനായിരിക്കും ഈ പൈററ്റ്സുകളുടെ എല്ലാം തന്നെ കിങ്. ഷങ്സിനാണെങ്കിൽ ലൂഫിയെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനാവും. അവന്റെ തലയിൽ തൊപ്പിയെടുത്ത് ലൂഫിയുടെ തലയിൽ വെച്ചു കൊടുത്ത് യാത്ര ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ലൂഫി കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുകയാണ്. ലൂഫി പറയും, ഇപ്പൊ ഷങ്സിന്റെ സ്ഥാനത്ത് ഞാനാണ്. എനിക്ക് എന്തായാലും റോബിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. റോബിൻ, ഞങ്ങളിതാ നിനക്ക് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും തൂക്കിയെടുത്ത് ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിലേക്ക് എടുത്ത് ചാടുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.